ഓപ്പറേഷൻ സിന്ദൂറോട് കൂടി തന്നെ ഇസ്രായേലിന്റെ ലോറ മിസൈലുകൾ കൂടുതലായി വാങ്ങാൻ ഇന്ത്യ ശ്രമം നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമണങ്ങളുടെ യഥാർത്ഥ കരുത്തറിയിച്ചത് ബ്രഹ്മോസ് മിസൈലുകൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വൈകാതെ തന്നെ ലോറ മിസൈലുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനും പിന്നീട് നിർമ്മിക്കുവാനുമുള്ള കരാർ ഇസ്രായേലുമായി വൈകാതെ തന്നെ ഇന്ത്യ ഒപ്പുവയ്ക്കും എന്നതാണ്. ഇതോടുകൂടി തന്നെ മിസൈൽ പവറിൽ ഇന്ത്യ ഒരു അപൂർവ ശക്തിയായി തന്നെ ഉയരുന്നതായി തന്നെ കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ കരുത്ത് അതിർത്തി കടക്കാതെ തന്നെ കറാച്ചി മുതൽ ചൈന വരെ ലക്ഷ്യമിടാനാണ് സാധിക്കുന്നവയാണിത്. അതേപോലെ തന്നെ ശക്തിയും വേഗതയും ഒന്നിച്ച് ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിന്റെ ക്വാസ ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലായ ലോറ സ്വന്തമാക്കാൻ അത് ഒരുങ്ങുന്നതിന്റെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയാകട്ടെ അത് പ്രകടമായിരിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധവിമാനങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലത്തിൽ നിന്നും അയക്കാൻ കഴിയുന്നതും അവിടെ നിന്ന് മാത്രമല്ല കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം തകർക്കാനുമുള്ള ഒരു കഴിവ് അത് ലോറയ്ക്ക് ഉണ്ട് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. ലോറയുടെ ആ കഴിവ് അപാരമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ലോറ എന്നാൽ ലോങ് റേഞ്ച് ആർട്ടിലറി എന്നതാണ് അർത്ഥം വരുന്നത്. 430 കിലോമീറ്റർ വരെ ദൂരത്തിൽ പാഞ്ഞു ചെന്നുകൊണ്ട് പാകിസ്ഥാന്റെ റഡാർ കേന്ദ്രങ്ങളെ പോലും തകർക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത. ലോറയേക്കാൾ കരുത്ത് കുറഞ്ഞ റാംപേജ് മിസൈലുകളും ഇസ്രായേലിന്റേത് തന്നെയാണ്. ഇതും ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചത് അതായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഇത് ഉപയോഗിച്ചതാകട്ടെ വ്യോമസേനയാണ്. സുഖോയ് മിഗ് വിമാനങ്ങളിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ റാംപേജ് മിസൈൽ തൊടുത്തുവിടാൻ സാധിക്കുന്നവയാണ്. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായി ചേർന്നുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തന്നെ റാംപേജ് മിസൈലുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുവാനും അവിടെ തന്നെ ക്രമേണ ഉൽപ്പാദിപ്പിക്കുവാനുമുള്ള കരാറായിരുന്നു അവിടെ ഇപ്പോൾ അതിനായുള്ള കരാറുകളിലായിരുന്നു ഒപ്പുവയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങിയത്. 2026-27 കൂടി തന്നെ ലോറയുടെ ആദ്യ സ്ക്വാഡ്രണുകൾ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏകദേശം 400 മുതൽ 430 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് അവിടെ പറന്ന് ആക്രമണം നടത്താൻ സാധിക്കുന്നവയാണിവ. മണിക്കൂറിൽ 6174 കിലോമീറ്റർ വേഗതയിലാണ് ലോറയുടെ സഞ്ചാരം. ഈ വേഗതയിൽ കുതിക്കുമ്പോഴും ലക്ഷ്യം മാറ്റാൻ സാധിക്കും എന്നതാണ് ലോറയുടെ പ്രധാന സവിശേഷത. ലോറ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നതോടുകൂടി തന്നെ ഫയർ ആൻഡ് ഫോർഗേറ്റ് സംവിധാനം വഴി മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പൈലറ്റിന് സുരക്ഷിതമായി സ്വന്തം താവളത്തിലേക്ക് മടങ്ങിയെത്താനും സാധിക്കും. പിന്നീട് യാതൊരു മാർഗനിർദ്ദേശവും നൽകാതെ തന്നെ ലക്ഷ്യം കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കുകയും ചെയ്യും. ഭാരം കുറഞ്ഞതും വില കുറഞ്ഞതുമായ ലോറ എളുപ്പത്തിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളിൽ വിന്യസിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത. 290 മുതൽ 450 കിലോമീറ്റർ പരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകളിൽ 3457.44 കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരമായി പറയുന്നത്. കടുപ്പമേറിയ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലുകൾ താഴ്ന്നു പറക്കുന്നവയാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഭാരമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ആ ഒരു അളവിലാണ് ഇത്, അതായത് അതിന്റെ അളവിനെക്കാട്ടിലും കുറച്ചധികം കൂടുതലാണ് ഇവയ്ക്കുള്ളത്. അതിർത്തി കടക്കാനുള്ള ലക്ഷ്യങ്ങളെ റെക്കോർഡ് സമയത്തിനുള്ളിൽ തന്നെ നിർവീര്യമാക്കാൻ ബ്രഹ്മോസിന് കഴിയുമെങ്കിലും അതിർത്തി കടക്കാതെ തന്നെ പാക് അധിനിവേശ കാശ്മീർ മുതൽ ടിബറ്റ് വരെയും കറാച്ചി മുതൽ സിൻഓങ് വരെയും തന്നെ ലോറയ്ക്ക് എത്തിപ്പെടാനുള്ള ശേഷിയുണ്ടെന്നാണ് കരുതപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.